നമസ്കാരം. കഴിഞ്ഞ ദിവസം മലപ്പുറത്തും നിലമ്പൂരും കോഴിക്കോടുമൊക്കെ നടന്ന പ്രതിഷേധ ജാഥകൾ കണ്ടു കാണുമല്ലോ. PV അൻവറിൻ്റെ കൈവെട്ടും കാൽവെട്ടും തലവെട്ടും, PV അൻവർ യൂദാസി, ഞങ്ങളുടെ നേതാക്കളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധ പ്രകടനങ്ങൾ അങ്ങനെ ഇരമ്പിയാർക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. എന്താ അല്ലേ, എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ? PV അൻവർ CPMൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഒരു കാലത്ത്. പല ഇഷ്ടങ്ങളും മാറി പറയാം, അതൊക്കെ സ്വാഭാവികം. പക്ഷേ ഇത് കാലം കരുതി വെച്ച കാവ്യനീതിയാണ്. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോവില്ല എന്ന് പലരും പറയുമ്പോൾ ഞാൻ സംശയിച്ചിട്ടുണ്ട്. കാലത്തിനെന്താ പ്രതികാര ബുദ്ധിയുണ്ടോ? അങ്ങനല്ല, സത്യം തെളിയിക്കപ്പെടും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് PV അൻവർ. PV അൻവർ നേരത്തെ ഒരുപാട് അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു, പലരെയും അപമാനിച്ചതും അപകീർത്തിപ്പെടുത്തിയതും കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ ഉപരി CPMന് വേണ്ടിയായിരുന്നു. മറുനാടൻ ഷാജനെ കുടുക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചത്, നിന്നെ അവിടെ നിന്ന് താഴെ ഇറക്കും, നിന്നെ അകത്തിരിക്കും എന്നൊക്കെ പറഞ്ഞത് PV അൻവറിന് വേണ്ടി മാത്രമായിരുന്നില്ല. CPMൻ്റെ ആജന്മശത്രുവായ മറുനാടനെ പൂട്ടുക എന്ന് പറയുന്നത് CPMൻ്റെയും പിണറായിയുടെയും ഒക്കെ ആവശ്യമായിരുന്നല്ലോ. അതിനുവേണ്ടി അൻവർ മുന്നിട്ടിറങ്ങി. MLA ശ്രീനിജനെ കൂട്ടുപിടിച്ചു. അന്നൊക്കെ PV അൻവർ CPMൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു. ചുവപ്പ് സഹാക്കൾ എന്തെല്ലാം തരത്തിലാണ് പ്രകീർത്തിച്ചിരുന്നത്. അൻവർ വലിയവനാണ്, അൻവറാണ് ശരിക്കും സഹാവ്. കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഓടുന്നത് വിപ്ലവ രക്തമാണ് എന്നൊക്കെ പറഞ്ഞ് സഹാക്കൾ ഊരിയിട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതേ സഹാക്കളിൽ നിന്ന് തിരിഞ്ഞുകൂത്തുകയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ദുർബലമായ ഒരു പത്രസമ്മേളനം കണ്ടല്ലോ. വെറും വലതുപക്ഷ രാഷ്ട്രീയക്കാരനെ പോലെയാണ് അൻവർ ചിന്തിക്കുന്നത്. അൻവറിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. പാർട്ടിയെ നശിപ്പിക്കാനാണ്, പാർട്ടിയുടെ കെട്ടുറപ്പിനെ തകർക്കാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. പാർട്ടി സഹാക്കളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം, പാർട്ടിയെ ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ എല്ലാവരും സടകുടഞ്ഞെഴുന്നേൽക്കണം. ആ ഒരു ആഹ്വാനത്തിൻ്റെ പുറത്താണ് പല സ്ഥലത്തും പ്രകടനങ്ങൾ നടന്നത്. അതിപ്പോൾ അങ്ങനെയാണല്ലോ. ജില്ലാ സെക്രട്ടറി വിളിച്ച് ഏരിയ സെക്രട്ടറിയോട് പറയും, ഏരിയ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയോട് പറയും, ഓരോ ബ്രാഞ്ചിൽ നിന്നും ഇത്ര ആളുകൾ പ്രതിഷേധത്തിന് വന്നിരിക്കണം. ഈ പാവങ്ങൾ പോകുന്നത് ചിലപ്പോൾ ഭയന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ 2 പെഗ് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് കാശ് കിട്ടും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ. ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായാൽ ഈ നേതാവിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചായത്ത് തലത്തിലോ മുനിസിപ്പാലിറ്റി തലത്തിലോ കോർപ്പറേഷൻ തലത്തിലോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തന്നെ കിട്ടും എന്ന് പറയുന്ന ഒരു കാര്യത്തിനു വേണ്ടിയായിരിക്കും ഇവരെല്ലാം ഈ പ്രതിഷേധ ജാഥയ്ക്ക് പോകുന്നത്. അല്ലാതെ ഇവർക്കൊന്നും നേരിട്ട് അൻവറിനോട് വിരോധമില്ല, പാർട്ടിയോട് ആഭിമുഖ്യമില്ല. പക്ഷേ അടിമത്തമുണ്ട്, നേതാക്കളെ ഭയമാണ്. ആ ഭയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള ഭയമാണ്. അങ്ങനെ പുറത്താക്കപ്പെട്ടാൽ പിന്നെ ഒരു നേട്ടവും ഉണ്ടാവില്ല, ജീവിതത്തിലൊന്നും നേടാൻ കഴിയില്ല. ഇതായിരിക്കാം ഈ പാവങ്ങളുടെ ലക്ഷ്യം. പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞതെന്താണ്? എല്ലാറ്റിനെയും ഞാൻ നിഷേധിക്കുന്നു, അവഗണിക്കുന്നു, അവഗണിച്ച് തള്ളുന്നു. അതും ദുർബലമായൊരു പത്രസമ്മേളനം. അങ്ങനെ അവഗണിച്ച് തള്ളാൻ കഴിയുമോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി? താങ്കൾക്കെതിരെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത, VD സതീശൻ നാവനക്കാത്ത പല കാര്യങ്ങളുമാണ് അൻവർ പറഞ്ഞത്. നിങ്ങൾ സ്വന്തക്കാർക്ക് വേണ്ടി, മരുമകന് വേണ്ടി എല്ലാം വച്ചു നീട്ടുന്നു, മകൾക്ക് വേണ്ടി പാർട്ടിയെ ബലി കൊടുക്കുന്നു എന്നൊക്കെയാണ് അൻവർ പറഞ്ഞത്. നിങ്ങളുടെ കൂടെ നിന്ന് ഇത് തുറന്നു പറയണമെങ്കിൽ അതിൽ കുറേ സത്യങ്ങളില്ലേ? ആ സത്യങ്ങൾ അൻവറിന് അറിയാവുന്നതുകൊണ്ടല്ലേ അൻവർ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അൻവർ പറയുന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ ജീവൻ അപായത്തിലായേക്കാം, അപകടപ്പെട്ടേക്കാം. ശരിയാണ്, CPMൻ്റെ ഒരു രീതി വെച്ച് അങ്ങനെയൊക്കെ സംഭവിക്കാം. TP ചന്ദ്രശേഖരൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ, പാർട്ടിയിൽ നെടുനായകത്വം വച്ചിരുന്ന എത്രയോ മഹാരഥന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതൊക്കെ അന്ന്. ഇന്ന് അങ്ങനല്ല, ജീവൻ വേണമെങ്കിൽ കളയും. അതാണ് പാർട്ടിയുടെ നയം. പാർട്ടിയെ തൊട്ടാൽ തൊട്ടവനെ തട്ടും. സിമ്പിളായി പറഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, അൻവർ അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. പറയുന്നത് കേട്ടു ഒരു തോക്കിന് അപേക്ഷിച്ചിരുന്നു, അതിന് ലൈസൻസ് കിട്ടിയില്ല, ഇനി ജന്മത്ത് കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന്. അതിൻ്റെ അർത്ഥം ഇനി അൻവറിന് തോക്ക് കൊടുത്താൽ അപകടമാണ്. തോണ്ടാൻ ചെല്ലുന്ന സഹാക്കളെ ചിലപ്പോൾ വെടിവെച്ച് വീഴ്ത്തിക്കളയും. അൻവർ അതിനും മടിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ലൈസൻസ് കിട്ടില്ല എന്ന് പറയുന്നത്. ആട്ടെ, മുഖ്യമന്ത്രിക്ക് അൻവർ തൊടുത്തുവിട്ട അസ്ത്രങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ? കഴിയണ്ടേ?
അതല്ലേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത്? സ്വന്തം പാർട്ടിയുടെ അനുഭാവത്തോടെ ജയിച്ചു വന്ന ഒരു MLA ഇങ്ങനെ ഘോരഘോരം പറയുമ്പോൾ, പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ താങ്കളെ അധിക്ഷേപിക്കുമ്പോൾ താങ്കൾ എന്താണ് ചെയ്യേണ്ടത്? ആ അധിക്ഷേപത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോവുകയാണ്. എൻ്റെ കൂടെ നിന്ന ഒരാൾ, എന്നെ സ്നേഹിച്ചിരുന്നു, എന്നെ അച്ഛനെ പോലെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് എൻ്റെ അഴിമതിക്കഥകൾ പുറത്തു പറയുമ്പോൾ, എൻ്റെ തോന്നിയാസങ്ങൾ പൊതുസമൂഹത്തിൽ, പൊതുമണ്ഡലത്തിൽ പറയുമ്പോൾ താങ്കൾ എങ്ങനെ കസേരയിൽ ഉറച്ചിരിക്കും? ഒരു സാധാരണ വോട്ടറുടെ സംശയമാണ്. എനിക്ക് കേരള ജനതയോട് ഒന്നേ പറയാനുള്ളൂ. അൻവറിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പറയുന്നു. ആ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അൻവറിൻ്റെ പിന്നിലല്ല അണിനിരക്കേണ്ടത്. മുൻനിരയിൽ നിന്നുകൊണ്ട്, മുന്നിൽ അണിനിരന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് സംരക്ഷണം കൊടുക്കണം. കാരണം ഇത്രയും അഴിമതിക്കഥകൾ തുറന്നു പറയാൻ കാണിച്ച, ധൈര്യം കാണിച്ച ഒരു മനുഷ്യനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവന് സംരക്ഷണം കൊടുക്കണ്ടേ? തീർച്ചയായും കൊടുക്കണം. ഈ പ്രകടനം നടത്താൻ വന്ന പാവങ്ങൾ, അവർ ആരുടെയോ നിർദ്ദേശാനുസരണം വന്ന് ഗോഗ്വ വിളിച്ച് എന്തെങ്കിലും കിട്ടിയത് മേടിച്ചുകൊണ്ട് പോയി. അവരല്ല ജീവൻ അപായപ്പെടുത്താൻ വരുന്നത്. അതിന് കൊട്ടേഷൻ കൊടുത്ത് ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട ഈ അടിമവർഗത്തോട്, മുദ്രാവാക്യം വിളിക്കാൻ പോകുന്നവരോട് എനിക്ക് ഒരു ചോദ്യമുണ്ട്. കൊട്ടേഷൻ വാങ്ങി, പണം വാങ്ങി ജീവൻ കളയുന്ന, ജീവൻ അപായപ്പെടുത്തുന്ന ഒരു സംഘമുണ്ടല്ലോ, കൊട്ടേഷൻ സംഘം എന്ന് വിളിക്കുന്ന. അവർക്ക് ഈ കൊല്ലുന്ന ആളെ അറിയില്ല, കൊല്ലുന്നയാളുമായി യാതൊരു ശത്രുതയുമില്ല. ആരോ പറഞ്ഞത് കേട്ട് പണം വാങ്ങി കൊല്ലാൻ പോകുന്നു. ഇന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ നിങ്ങൾ ഈ പ്രതിഷേധ പ്രകടനത്തിന് പോയത്? ആരുടെയോ വാക്ക് കേട്ട് കിട്ടുന്ന ചില്ലറ പോക്കറ്റിലാക്കാൻ വേണ്ടി നിങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? PV അൻവർ എന്ത് തെറ്റാണ് ചെയ്തത്? സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന ഒരു തെറ്റല്ലാതെ അക്ഷന്തവ്യവുമായി എന്ത് തെറ്റ് ചെയ്തു PV അൻവർ? നിങ്ങളെന്താ അത് മനസ്സിലാക്കാതെ? നിങ്ങളുടെ ചിന്താശക്തി, നിങ്ങളുടെ തലച്ചോറെടുത്ത് പണയം വെച്ചിരിക്കുകയാണോ? നിങ്ങളൊന്ന് ചിന്തിക്കൂ, അതെടുത്ത് അത് ഉപയോഗിക്കൂ. അൻവർ പറഞ്ഞതിൽ സത്യമുണ്ടോ? അൻവർ കൊതിക്കറി കൊണ്ട് പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളെ കൊണ്ട് ചിലപ്പോൾ പ്രകൃതി തോന്നിപ്പിച്ചതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലം കണക്ക് ചോദിക്കാതെ പോവില്ല. പ്രകൃതി അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു മനുഷ്യനെ പരുവപ്പെടുത്തിയെടുത്തതായിരിക്കാം. അഴിമതി കാണിക്കുന്നവനെ, അല്ലെങ്കിൽ ജനങ്ങളോട് വിശ്വസ്തത പുലർത്താത്ത ഒരു ഭരണാധികാരിയെ നേരിടാൻ വേണ്ടി ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയതായിരിക്കാം. സാധാരണ പ്രതിപക്ഷമാണല്ലോ ഇതൊക്കെ സംസാരിക്കേണ്ടത്. പ്രതിപക്ഷത്തിൻ്റെ വാ മൂടിക്കെട്ടിയിരിക്കുകയാണ്, നാം വരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. എന്തിനിങ്ങനെയൊരു പ്രതിപക്ഷം? VD സതീശൻ, നാണമില്ലേ? അൻവറിന് മുമ്പിൽ നിങ്ങൾ തലകുനിച്ച് നിൽക്കണ്ടേ? CPIM-ന്റെ ആശീർവാദത്തോടെ ജയിച്ചു വന്ന ഒരു MLA പറയുകയാണ് മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ്, കേരളത്തിലെ അവസാന CPIM മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പിണറായി എന്ന് ആ പാർട്ടിയുടെ വിശ്വസ്തനായി നിന്നയാൾ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന് നാണിക്കാതിരിക്കാൻ കഴിയുമോ? പ്രതിപക്ഷ കക്ഷികൾക്ക് മുഴുവൻ അപമാനമല്ലേ ഇത്? അടുത്ത ഒരു ഇലക്ഷനിൽ CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് എത്ര MLA-മാരുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ഊഹിച്ചോളൂ. ഇലക്ഷൻ അടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ണിൽ പൊടിയിട്ട് ഭരണം പിടിക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിന് നടക്കില്ല. ജനങ്ങളുടെ മനസ്സിൽ കല്ലിലെഴുതിയ പോലെ ഉറച്ചുപോയി ഈ അഴിമതി കഥകൾ. ഒരുപാട് രഹസ്യരേഖകൾ കൈവശമുള്ള അൻവറിനെ CPM ഭയപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് അൻവർ പറഞ്ഞത് എൻ്റെ ജീവൻ അപകടത്തിലാണ്. അത് വെറുതെ ഒരു ഗീർവാണം അടിച്ചതല്ല. CPM-ന്റെ മുൻ ചരിത്രമനുസരിച്ച് അദ്ദേഹം ഭയപ്പെട്ടിരിക്കുന്നുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കേരളത്തെ ജനങ്ങൾ അൻവറിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. എല്ലാവരും അയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾ CPIM-കാരനായിക്കോട്ടെ, BJP-കാരനായിക്കോട്ടെ, കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അയാൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമുള്ളപ്പോൾ നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കാൻ പോകാതെ ചിന്തിക്കുക, ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഞങ്ങളുടെ വലിയ നേതാവ് തെറ്റുകാരനാണ്. പല കഥകളിലൂടെ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ CPIM-ന്റെ ഈ തന്ത്രശാലികൾ വന്നിരുന്ന ചാനലിലൊക്കെ ഒരുപാട് മുട്ടായി ന്യായങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അതിൽ വിശ്വസിച്ചു പോകാതെ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. എന്നോട് ഒരുപാട് CPM-കാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പാർട്ടി അനുഭാവികളാണ്, പാർട്ടി അംഗങ്ങളാണ്, പക്ഷേ ഇപ്പോൾ നടക്കുന്ന അഴിമതിക്കഥകൾ അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. മാസപ്പടി മേടിച്ചതും സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും എല്ലാം അത് സത്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് എത്രയോ പാർട്ടിക്കാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയിൽ അംഗമായി പോയി, ഈ പാർട്ടിയിൽ ജനിച്ചുപോയി, ജീവിച്ചുപോയി, ഇനി മാറാൻ കഴിയുന്നില്ല. ഞാൻ അവരോടൊക്കെ പറയും, അത് അടിമത്തമാണ്. നമ്മൾ ലഹരിക്ക് കീഴ്പ്പെടുന്നത് പോലെ ഒരു അടിമത്തമാണ്.
എപ്പോൾ തെറ്റ് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞ് പോരുക. അതാണ് ഒരു രാഷ്ട്രീയ വിശ്വാസി ചെയ്യേണ്ടത്. രാഷ്ട്രീയ വിശ്വാസി എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ പോക്കറ്റിലേക്ക് എന്തെങ്കിലും വീഴാൻ വേണ്ടി ഭരിക്കുന്ന പാർട്ടിയുമായി ചേർന്ന് നിന്നാൽ എനിക്കെന്തെങ്കിലും കിട്ടും. സിനിമാക്കാർ ഒരുപാട് പേര് ഇപ്പോൾ ഈ CPM-നോട് അനുഭാവം പ്രകടിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അവാർഡ് കമ്മിറ്റി വരുമ്പോൾ ചിലപ്പോൾ ഒരു ജൂറി ആവാം, ഫെസ്റ്റിവൽ വരുമ്പോൾ അതിൻ്റെ തലപ്പത്തെത്താം. അങ്ങനെ സിനിമയിലും സാഹിത്യത്തിലും നിൽക്കുന്നവർ ഓരോ പാർട്ടിയോടും അനുഭാവം പ്രകടിപ്പിക്കുന്നത് ഇത്തരം വില കുറഞ്ഞ മിഠായികൾക്ക് വേണ്ടിയാണ്. നിങ്ങളിങ്ങനെ ചെറുതായി പോകരുത്. അത് സിനിമാക്കാരായാലും സാഹിത്യകാരന്മാരായാലും സാധാരണ ജനങ്ങളായാലും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക, ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യുക. അവസാനമായി ഞാൻ വീണ്ടും പറയുന്നു, PV അൻവർ, നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. നിങ്ങൾ തുറന്നുവിട്ട കാറ്റ് അത് കൊടുങ്കാറ്റായി മാറും. CPM ആടി ഉലയും. അതിലൂടെ ആ പാർട്ടിയുടെ തകർച്ച ആരംഭിക്കുകയായിരിക്കും. ആ പാർട്ടി തകരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നേതൃനിരയിലിരിക്കുന്നവർ ആ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരറിയാതെ തന്നെ, ചിലപ്പോൾ അവരറിഞ്ഞും. അൻവർ, ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേരളത്തിലെ ജനങ്ങളെ ഇത്രയും സ്നേഹിക്കുന്നതിന്. താങ്ക് യു.